ശക്തമായ ഞാനും ദിലീപും നല്ല സുഹൃത്തുക്കളാണ്. ദിലീപ് കോസ്റ്റ്യൂംസ് എല്ലാം ഊരി പോവാനായിട്ട് നിൽക്കുകയായിരുന്നു. ഇല്ലല്ല, രണ്ടുപേർക്കും ആ സിനിമ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നിങ്ങളിങ്ങനെ 10 ദിവസം പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്ത് നോക്കാതിരുന്നപ്പോ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളാണ് അവൻ. ഒരിക്കലും ഒരാളോട് ദേഷ്യപ്പെടാത്ത ഒരാളാണ്. റിവഞ്ച് സൂക്ഷിക്കാത്ത ഒരാളാണ്. ഇത്ര ഒരു 5-6 കൊല്ലം ഒരേ റൂമിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു ഇന്റർവ്യൂവിന് വരുമെന്നാണ് ചോദിച്ചത്. ഇപ്പൊ 2 ദിവസമായി. തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ അരിയും പറക്കിയെടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇന്നസെന്റ് ചേട്ടൻ അതിനകത്ത് വഴക്ക് പറയുന്ന ഒരു മുഴുവൻ ശരിയാണ്. കലാഭവൻ മണിക്ക് ചില വിമുഖതയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അയാള് ഞാനും തമ്മിൽ ആ കാല് പിടിക്കുന്ന പൃഥ്വിരാജിന്റെ കാല് പിടിച്ചിട്ട് അത് ഭയങ്കര ഓവറാണെന്ന് ആയിരിക്കും മണി പറഞ്ഞു. ഞാനാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഈ സിനിമ എന്റെ സിനിമയാണ്. ഇപ്പൊ മമ്മൂക്ക അത്തരം ചില ഡൗട്ടുകൾ ചില സീനില് ഞാനത് ചെയ്യില്ല, ചെയ്ത ഭയങ്കര ഓവറാവും. ആദ്യത്തെ ഫോൺ കോൾ തന്നെ മെമ്പർ താഹിറ. അതുകൊണ്ടാണ് മെമ്പർ താഹിറ അല്ലേ എന്ന് ഏത് പാതിരാത്രിക്കും. പേരക്കുട്ടി ഉണ്ടായപ്പോ നമുക്ക് അതിനൊക്കെയുള്ള സമയം കണ്ടെത്തും. നമ്മൾ കണ്ടെത്തി പോവും. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. എല്ലാവരുടെയും മനസ്സിൽ ഈ ജാതിബോധം ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. ഇതൊന്നും നമുക്കില്ല, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളുടെ കല്യാണം വരുമ്പോ അപ്പൊ അവിടെ കറക്റ്റ് സാധനം പുറത്തു വരും. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ കോലാഹലം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ലാൽ ജോസ്, നടൻ വിഷ്ണു, സന്തോഷ്, അച്യുതാനന്ദൻ. എനിക്ക് ചേട്ടനെ കാണുമ്പോൾ എനിക്ക് പേര് പറയാനായിട്ട് എനിക്ക് പെട്ടെന്ന് വരുന്നത് പഞ്ചായത്ത് മെമ്പർ എന്നാണ്. കാരണം മഹേഷിന്റെ പ്രതികാരത്തില് എല്ലാ കുഴപ്പങ്ങൾക്കും തുടക്കം ഈ പഞ്ചായത്ത് മെമ്പറാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ആ പേര് നമുക്ക് അച്യുതാനന്ദുള്ള ഒരു പേരിനെ കാട്ടിയും പഞ്ചായത്ത് മെമ്പർ എന്ന് വിളിക്കുന്ന അത് വിളിക്കുന്നതാണ് ഒരു സുഖം. സന്തോഷം. സർ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ കോലാഹലം എന്നുള്ളൊരു സിനിമ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള മലയാള സിനിമകൾ നമ്മൾ കാണുകയാണെങ്കിൽ ഈ മരണം, അതുപോലെ തന്നെ കല്യാണം, ഇതിൻ്റെയൊക്കെ ഒരു പ്രിമൈസായിട്ട് വരുന്ന സബ്ജക്റ്റുകളെല്ലാം നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പ്രേക്ഷകർക്ക് അത്തരം സിനിമകൾ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾക്ക് ഒരു വിജയ സാധ്യതയുമുണ്ട്. അപ്പോൾ സാറിന് എന്താണ് ഈ ഒരു കോലാഹലം എന്നുള്ളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാറിന് താല്പര്യം തോന്നിയ ഒരു ഫാക്ടർ എന്താണ്? ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് സന്തോഷമാണ്. ഞാൻ ഒരു വഴിപോക്കനാണ്. ഞാൻ യഥാർത്ഥത്തില് ഈ സിനിമ സന്തോഷം ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ പോയി കണ്ടു. എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. അപ്പൊ സാധാരണഗതിയിൽ അധികം പരിചിത മുഖങ്ങളില്ലാത്തൊരു സിനിമയുടെ മാർക്കറ്റിംഗ് ഒരു വിഷയമായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒരു പരസ്യ പരിപാടികളിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ സന്തോഷപൂർവ്വം സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇത് റിലീസ് തീരുമാനിച്ചപ്പോൾ എന്നെ വിളിച്ച് ഒരു ഇന്റർവ്യൂവിന് വരുമെന്നാണ് ചോദിച്ചത്. ഇപ്പൊ 2 ദിവസമായി. ഇപ്പൊ 12 ഇന്റർവ്യൂ കഴിഞ്ഞു. പക്ഷെ ഞാൻ അത് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു നല്ല സിനിമയാണ്. ഇത് ആളുകളിലേക്ക് എത്തുന്നതിന് എന്നാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിലാണ്. നല്ല സിനിമയാണ്, അതുകൊണ്ട് തന്നെയാണ് കൂടെ നിൽക്കുന്നത്. ഇപ്പം സാറിപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, തുടക്ക സമയത്തൊക്കെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു നോൺ ഫേസ് മസ്റ്റാണ്. പക്ഷെ ഇപ്പം നമ്മളുടെ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത്തരം ഒരു നോൺ ഫേസസ് ഇല്ലാതെ തന്നെയും മികച്ച അഭിനേതാക്കളുണ്ടെങ്കിൽ, നല്ല പ്ലോട്ട് ഉണ്ടെങ്കിൽ സിനിമകളൊക്കെ ഹിറ്റാവുകയും പ്രേക്ഷകർ ഇത് സ്വീകരിക്കപ്പെടുന്നതും ഒരു സാഹചര്യം സാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? കാരണം അതിൻ്റെയും കൂടെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, നമ്മൾ നോട്ടീസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിതിന്റെ ഭാഗമാണല്ലോ. ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പണ്ടും അങ്ങനെ ഉണ്ട് കേട്ടോ. പണ്ടും താരങ്ങളൊന്നും ഇല്ലാത്ത സിനിമകൾ ഉണ്ടാവുക, അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളൊക്കെ. ഞാൻ അച്ഛനുറങ്ങാത്ത വീട്, സോളവന്റെ തേനീച്ചകൾ, അതിനു മുൻപ് നീന, അതൊക്കെ വലിയ നോൺ ഫേസസ് ഇല്ലാതെ ചെയ്ത സിനിമകളാണ്. അതൊക്കെ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, എൻ്റെ സിനിമകൾ മാത്രമല്ല, മറ്റ് പല ആളുകൾ. ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നത് ഇതുപോലൊരു സിനിമയായിരുന്നു. പുതിയ ഡയറക്ടർ, ഒരു സംഘം പുതിയ ആളുകൾ. 1980-ലാണത് ആ അത്ഭുതം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് അനുകൂലമായ സമയമാണെന്ന് വേണമെങ്കിൽ പറയാം.
ഇത്തരം പരീക്ഷണങ്ങൾക്കൊക്കെ ആളുകൾ തയ്യാറാവുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവിതം ആകെ ഒരു കോലാഹലമാണല്ലേ. അപ്പം നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് അത് സ്ക്രീനിൽ അഭിനയിക്കാനുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്? അല്ല, ചേട്ടൻ കള്ളനായിട്ടാണ്, അപ്പൊ അതെന്തായാലും കാണൂലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മരണ വീട്ടിലെ കോമഡി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇതിനാദ്യം തുടക്കം കുറിച്ചത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, വെരി ചാലഞ്ചിങ് ആസ് വെൽ. കാരണം ഒരു മരണ വീട്ടിൽ ഒരു കോമഡി സൃഷ്ടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ നമ്മൾ അതിനെങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അതിനെന്തൊക്കെ ക്യാരക്ടറാണ് നമുക്ക് ആപ്റ്റായി ഉണ്ടാവാം, ഈ ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും ആ കോമഡി എങ്ങനെ പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു ഈ സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. വിശാലാണ് അതിൻ്റെ സ്റ്റോറി തുടങ്ങിയത്. അങ്ങനെ പിന്നെ അങ്ങനെ ഓരോ ക്യാരക്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ സിനിമയെ വിജയിപ്പിക്കാൻ, കോമഡിയായി സൃഷ്ടിക്കപ്പെടുന്ന ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം എന്നുള്ള അങ്ങനെ സൃഷ്ടിച്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം 3-4 മന്ത്സിലാണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം. ഓരോ ക്യാരക്ടർ ഇൻട്രഡക്ഷൻ ആ സമയത്തുണ്ടാവുന്ന അയാൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ എപ്പിയർ ചെയ്യുന്നത് തന്നെ അയാളുടെ ആ ഒരു സ്വഭാവത്തിന് പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, ഇത് ചെയ്തുകൊണ്ടാണ്. ചാന്തുപൊട്ട് എന്നുള്ളൊരു സിനിമ അന്ന് വലിയൊരു ഹിറ്റായിരുന്നു ആ സിനിമ. ഇപ്പം ഈ ഒരു സമയത്ത്, കാരണം ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അവർ കൂടുതൽ സിനിമകളിലേക്ക് വരികയും അവർ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ചാന്തുപൊട്ട് എന്നുള്ളൊരു സിനിമ ഇപ്പോഴത്തെ കാലത്തേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, സാറാണ് സംവിധായകനെങ്കിൽ, അത് നമ്മളുടെ ഈ കാലത്തിൻ്റെ റെലവൻസ് അനുസരിച്ച് ഏത് രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ സാറ് കൊണ്ടുവരിക? ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ എന്നുള്ളത് തെറ്റാണ്. ആ ക്യാരക്ടർ ട്രാൻസ്ജെൻഡർ അല്ല. അയാള് വിവാഹം കഴിക്കുന്നുണ്ട്, അയാൾക്ക് കാമുകിയിൽ കുഞ്ഞുണ്ടാവുന്നുണ്ട്, അയാൾ ട്രാൻസ്ജെൻഡർ അല്ല. അയാൾക്ക് ഒരു ചെറിയ ബിഹേവിയറിൽ ഉള്ള ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ട്രാൻസ്ജെൻഡർ അല്ല. അപ്പൊ ഈ സമീപകാലത്ത് പുതിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ആൾക്കാർ ഇതിട്ടിട്ട് ഇങ്ങനെ അലക്കുന്നുണ്ടായിരുന്നു ഇതിലൊക്കെ. ഞാനതിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. കാരണം ഒന്നുകിൽ അവർ സിനിമ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സിനിമ അവർക്ക് മനസ്സിലായിട്ടില്ല. ആ ക്യാരക്ടർ ട്രാൻസ്ജെൻഡർ അല്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അയാൾക്ക് ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. ചൈൽഡ്ഹുഡ് മുതൽ രീതിയിൽ അത് നമ്മളിപ്പോ ഡാൻസ് ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് ചെറിയൊരു സ്ത്രൈണത ഉണ്ടാവും, നടത്തത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവും, ഒരു കൈകൾ ഉപയോഗിക്കുന്നത് നോക്കുന്നതിലൊക്കെ സാധനം. പക്ഷെ അവരൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് അല്ലല്ലോ. അവർക്കും പക്ഷെ ആ ക്യാരക്ടർ കണ്ട് പലർക്കും ഒരു സങ്കടം വന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അത് ആൾക്കാർക്ക് വെറുതെ സങ്കടം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് സങ്കടം വരാം. ആ സിനിമ ചർച്ച ചെയ്തത് അത്തരം ആളുകൾക്ക് നേരെയുള്ള പരിഹാസവും അവരനുഭവിക്കുന്ന വേദനയും ഇടയും പക്ഷത്താണുള്ള സിനിമ. അതിൽ നിന്ന് ഒരുത്തൻ സ്ട്രഗിൾ ചെയ്ത് പുറത്തു വരാനുള്ള ഒരുത്തൻ്റെ ശ്രമമാണ് ആ സിനിമ. അതിനെ അങ്ങനെ കാണാതെ ഇവിടെ ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അന്ന് കൊച്ചിയിൽ. അവര് ആ സിനിമ കണ്ടിട്ട് എനിക്ക് എൻ്റെ റൂമിൽ വന്ന് തന്നെ പൊന്നാട അണിയിച്ച് അവരെ സന്തോഷം അറിയിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞ മുമ്പ് ഞങ്ങളെ എത്ര വൃത്തികെട്ട പേരുകളാണ് വിളിച്ചിരുന്നത്, ഇപ്പം നല്ലൊരു പേരല്ലേ ചാന്തുപൊട്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം വർഷങ്ങൾക്ക് ഇപ്പുറം ഓരോ ആളുകൾ ഇതിങ്ങനെ എടുത്ത് തോണ്ടി തുളച്ച് പുറത്തേക്ക് കൊണ്ടുവരും, ഒരു സംസാരിക്കാനുള്ളൊരു വിഷയമായിട്ട്. അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല, ആർക്ക് സങ്കടം വന്നതാണ്. അതിൽ ആ ക്യാരക്ടർ ട്രാൻസ്ജെൻഡർ അല്ല. ഇപ്പോൾ കൽക്കിന്ന് എന്തോ പറഞ്ഞ ഒരു ആള് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞ ലാൽ ജോസ് എന്ന് പറഞ്ഞ സംവിധായകനെ എൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ അയാളുടെ കരണത്തടിക്കും, അയാള് ഞങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ജേർണലിസ്റ്റ് ചോദിച്ചു, ആ സിനിമ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ഇത് പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അത്. അതായത് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട് എല്ലാ വിഷയത്തിലും. അതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളതൊന്നും നോക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തമില്ല. അപ്പൊ ഞാൻ കോലാഹലം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കോലാഹലം കണ്ടതിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ ആളുകൾ ഈ കേട്ടുകേൾവിക്കൊക്കെ പ്രതികരിക്കും. ആളുകളിൽ എല്ലാവരും എല്ലാ കാര്യം ഇപ്പം എന്നോട് ചോദിക്കുക, നിങ്ങളെന്താ ഇങ്ങനൊരു വിഷയം
അവിടെ ഉണ്ടായപ്പോൾ ആ രാജ്യത്ത് ഉണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആവശ്യമുള്ളതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള സമയത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ എന്തൊരു ഇഷ്യൂ കിട്ടിയാലും അതിന്റെ അടിയിൽ കമന്റ് തൊഴിലാളികളാണ്. സാറാ കമന്റുകളൊക്കെ വായിച്ചു നോക്കാറുണ്ട്? ഇല്ല, ഞാൻ മുമ്പ് വായിച്ചിട്ട് ഞങ്ങൾ വെറുതെ അപ്സെറ്റ് ആവും. ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും. അപ്പൊ ആ പരിപാടിയെ നിർത്തി. നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് നമ്മളതിനെ മറക്കും. ഇപ്പോ സാറും ദിലീപും തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, ആ പലപ്പോഴും നമുക്കൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നൊരു സൗഹൃദമാണ്. മാത്രമല്ല സാറ് തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ദിലീപിനൊരു ഡയറക്ടോറിയൽ സെൻസ് ഉണ്ടെന്ന്. കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ നിന്ന ഒരാളാണ്. അപ്പം ഈ ചാന്തുപൊട്ട് സിനിമയിൽ വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു പ്രകൃതിയുടെ പ്രതിഭാസം ഷൂട്ട് ചെയ്യാനായിട്ട് ദിലീപുമായിട്ടൊരു ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായല്ലേ? 10 ദിവസം നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നും മിണ്ടിയില്ല. നല്ല ശക്തമായ പണക്കം. അല്ല, അങ്ങനെ ഉണ്ടാവും. ആക്ടറും ഡയറക്ടറും തമ്മിൽ എപ്പോഴും ഫ്രിക്ഷൻസ് ഉണ്ടാവും സാധാരണഗതിയിൽ. അത്തരം ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ആക്ടേഴ്സ് അസ്വസ്ഥനായിരിക്കും പലപ്പോഴും. ഈ ഡയറക്ടറും അസ്വസ്ഥനായിരിക്കും. അയാളുടെ ഉള്ളിൽ തളച്ചു മറിയുന്ന കാര്യം ഒരാളായിട്ടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അവർ തമ്മിൽ സിൻസിയറായിട്ട് അവരവരുടെ ജോലിയെ അപ്രോച്ച് ചെയ്യുന്ന ആക്ടറും ഡയറക്ടറും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അതൊരു ക്രിയേറ്റീവ് ഫ്രിക്ഷൻ, അത് ഉണ്ടാവണം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ സാർ പറയുന്നത് കേട്ടു, ഈ ചിത്രീകരണ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സാറിനൊരു ആശ്വാസമാവുന്ന, അതായത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കും വേണ്ടി ടെൻഷൻ ആവുന്നു. റിലീസിന് ശേഷം പ്രശ്നം ഉണ്ടാവും. അല്ല, ഈ ഒരു ചാന്തുപൊട്ട് സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപ് കോസ്റ്റ്യൂംസ് എല്ലാം ഊരി പോവാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് ആ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലായില്ല. പ്രകൃതിയുടെ ഒരു കടല് തേട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി, അത് കൊല്ലത്തിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അതായത് ഈ പൊഴി എന്ന് പറയും, ഈ പുഴ വന്നിട്ട് കടലിൽ ചേരുന്ന സ്ഥലത്ത് ഒരു ബണ്ട് പോലെ നാച്ചുറൽ ബണ്ട് ഉണ്ടാവും. അപ്പം ഈ കടല് പുഴയിലേക്ക് ഒഴുകും, ഇങ്ങനെ കയറി വന്നിട്ട് താഴോട്ട് ഒഴുകും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് കണ്ടപ്പോ അത് അന്നൊരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇനി അടുത്ത വർഷം ഇതുണ്ടാവുള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനുള്ള അത് എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെയും കൊതിയാണ്. വേറെ ആർക്കും കിട്ടാത്തൊരു സാധനം നമുക്ക് കിട്ടുക എന്നാണ്. അത്രേ ഉള്ളൂ. അല്ല, അത് ഇപ്പോൾ ഒരു 10 നമ്മളെപ്പോഴും പറയുമല്ലോ, ഈ ഡയറക്ടറും മെയിൻ ആക്ടറും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ വർക്കാവുള്ളൂ. പക്ഷെ നിങ്ങളിങ്ങനെ 10 ദിവസം പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്ത് നോക്കാതിരുന്നപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്. അല്ലല്ല, രണ്ടുപേർക്കും ആ സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. രണ്ടുപേർക്കും ആ സിനിമയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ചില പേഴ്സണൽ ആയിട്ടുള്ള, ഇപ്പം ഞാനും ദിലീപും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ ഞങ്ങൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ടോട്ടലി ക്യാരക്ടർ വൈസ്, ടേസ്റ്റ് വൈസ് ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആ ടോട്ടലി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയത്. 2 പേരുടെയും താല്പര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, 2 പേരുടെയും സ്വഭാവം ഇതാണ്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അവൻ ഒരിക്കലും ഒരാളോട് ദേഷ്യപ്പെടാത്ത ഒരാളാണ്. ഒരിക്കലും റിവഞ്ച് സൂക്ഷിക്കാത്ത ഒരാളാണ്. ഇപ്പൊ നമുക്ക് ഒരാള് നമ്മളെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു കമന്റ് പറയുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറയുകയും ചെയ്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവും. എപ്പോഴും അയാളെ കാണുമ്പോഴും നമുക്ക് അയാളോട് ആ ഒരു, പക്ഷേ ദിലീപ് വളരെ പെട്ടെന്ന് ക്ഷമിക്കുന്ന ആളാണ്. അപ്പൊ അത് ഈ പുറമെ നിന്ന് അടുപ്പമില്ലാത്ത ആളുകൾക്ക് ആളുകളെ അറിയില്ലല്ലോ. ഞാൻ 27 കൊല്ലം അല്ല, ഇപ്പൊ ഒരു 30 കൊല്ലം ഞങ്ങള് അറിയുന്ന ആൾക്കാരാണ്. അതിൽ ആദ്യത്തെ ഒരു 5-6 കൊല്ലം ഒരേ റൂമിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരാണ്. അല്ല, എനിക്കത് കേട്ടപ്പോൾ കോലാഹലത്തിലേക്ക് തിരിച്ചു വരാം. അല്ല, സാറിപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ വളരെയധികം മികച്ച അഭിപ്രായം കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കോംബോ ആണ് ലാൽ ജോസ് ദിലീപ് കോംബോ. അപ്പോൾ അങ്ങനെ ഒരു കോംബോ സാറിന്റെ സംവിധാനത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അതെ, ദൈവം അനുവദിച്ചാൽ സംഭവിക്കുമായിരിക്കും. ഈ സിനിമയുടെ കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നടന്നു പോലെ. സാറിപ്പോൾ ഈ ദിലീപിനെ കുറിച്ച് പറയുമ്പോഴും നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന ഒരു സംസാര രീതി ഉണ്ടല്ലോ, സാറിൻ്റെ ഒരു നറേറ്റീവ് സ്റ്റൈല്. ഇപ്പോൾ പല സിനിമകൾ തുടങ്ങുന്നത് തന്നെ സാറിൻ്റെ ശബ്ദത്തിലൂടെയാണ്. അപ്പം ഈ സാറിൻ്റെ ഈ നറേറ്റീവ് സ്റ്റൈലിനുള്ള ആ ഒരു പാഠവും ഉണ്ടല്ലോ, ആ ഒരു കഴിവ്
കഴിവ് അത് സാറ് സ്വയം കണ്ടെത്തിയതാണോ? ഇതുപോലെ സാറിന് അങ്ങനെ ഒരു കഴിവുണ്ട്? ഇപ്പം സഫാരി ചാനലൊക്കെ സാറിൻ്റെ കഥ പറച്ചിൽ കേട്ടാണ് ഞാൻ പലപ്പോഴും, പല ആൾക്കാരും ഉണ്ട്, നമ്മളിങ്ങനെ ഉറങ്ങുന്നതിന് മുന്നേ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ആ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കഴിവുണ്ടല്ലോ, ആ ഒരു സ്കില്ല്, അത് എങ്ങനെയാണ് സാർ ഡെവലപ്പ് ചെയ്തെടുത്തത്? ഇതേപോലെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് കഥ പറഞ്ഞാണോ? അത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പാരൻസ് ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ അധ്യാപകർക്ക് ഉണ്ടാവും, എല്ലാം വിശദമായി പറയും. അപ്പൊ ആ ട്രേറ്റ് എനിക്ക് ജനറ്റിക്കലി ഉണ്ട്. എനിക്ക് ഈ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നീണ്ടുപോകും. ഇവര് തന്നെ ഇപ്പൊ പുലിവേല പിടിച്ചിരിക്കുകയാണ്. കാരണം കോലാഹലത്തെ കുറിച്ച് പറയാനുള്ള ടൈമാണ്. എല്ലാ സംവിധായകർക്കും കുറച്ച് ആ ഒരു കഴിവ് ഉണ്ടാവും. വർഷങ്ങൾ കൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് അത് ഡെവലപ്പ് ആവും. കാരണം നിങ്ങൾ എപ്പോഴും കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ പ്രൊഡ്യൂസറോട് കഥ പറയണം ആദ്യം, പിന്നെ ഓരോ നടന്മാരോടും നടിമാരോടും പോയിട്ട് ഈ കഥ പറയണം. ആ കഥ പറഞ്ഞാൽ മാത്രം പോരാ, കഥ പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ കഥ പറച്ചിൽ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെയും പ്രൊഫഷൻ്റെയും ഭാഗമാണ്. എല്ലാ ഡയറക്ടേഴ്സിനും ആ ടാലൻ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ വന്നതുകൊണ്ട് പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി നമ്മൾ ക്ലിയർ ആവും. അങ്ങനെ ഒരു ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പണ്ട് എൻ്റെ ശബ്ദം ഭയങ്കര കുഴപ്പം പിടിച്ച ശബ്ദമാണ്, ക്ലാരിറ്റി ഇല്ല എന്ന് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുതെന്ന് കരുതിയിട്ട് ഞാൻ വിശദമായിട്ട് പറയാൻ തുടങ്ങി. ഇപ്പൊ വിശദമായിട്ട് പറയാൻ അറിയുള്ളൂ. ഇപ്പോഴും നമ്മൾ ഈ പരസ്പരം ആൾക്കാരെ കളിയാക്കപ്പോണ്ടല്ലോ, ട്രോളുകളൊക്കെ നമ്മൾ ഈ തോന്നിക്കൽ പഞ്ചായത്തിൽ ഓരോ അരിയും പറക്കിയെടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സിനിമയിൽ ഇന്നസെന്റ് ഏട്ടന് സാറാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. തോന്നിക്കൽ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ നിന്നുകൊണ്ട് ബിജു മേനോന്റെ അടുത്ത്. അപ്പം ഇന്നസെന്റ് ഏട്ടൻ ചേട്ടനകത്ത് വഴക്ക് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോഴും കൗതുകമാണ് ആ സമയത്ത് എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തതെന്നുള്ളതുണ്ടല്ലോ. അന്ന് അസിസ്റ്റന്റായിട്ട് നിന്ന് സാറ് ഇന്ന് വലിയൊരു ഡയറക്ടറായി. അന്ന് ആ ഷൂട്ട് ചെയ്ത രംഗം സാറിന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ഇന്നസെന്റിനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിരി വന്നിരുന്നോ? ഇല്ല, അത് അഭിനയാണല്ലോ. അങ്ങനെ ചിരിയൊന്നും വരില്ല. ചിരിച്ച കമൽ സാറിന്റെ നല്ല പേട കിട്ടും. നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ്. അല്ല, ഇന്നസെന്റ് ഏട്ടൻ അത് ചെയ്തപ്പോഴൊക്കെ നമ്മള് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന സമയത്തൊക്കെ ചിരി തന്നെയാണ്. സെറ്റ് മുഴുവൻ ചിരിയാണ്. ഈ നമ്മള് ഫ്രെയിമിന് അകത്ത് നിൽക്കുമ്പോ നമുക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റില്ലല്ലോ. സാർ, ഇപ്പോൾ ഈ കോലാഹലം എന്ന സിനിമയുണ്ടല്ലോ, നമുക്കെപ്പോഴും ഇത്തരത്തിലുള്ള സിനിമകൾ കാണാനായിട്ട് ഇപ്പം മലയാളത്തിൽ ഒരുപാട് വയലൻസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിക്ക് പോയി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇത്തരം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതേസമയം കോമഡി കലർത്തിയുള്ള സബ്ജക്റ്റുകളാണ് പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പം എനിക്കൊരു മോളുണ്ട്, മോളെയും കൊണ്ട് എനിക്ക് തിയേറ്ററിൽ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരണം. അപ്പം ഇത്തരം സിനിമകളുടെ ഒരു എണ്ണം കൂടേണ്ടതിൻ്റെ ആവശ്യമാണ്. ഇത്തരം സിനിമകളുടെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നത്? കാരണം കൂടുതലും ഈ അടിപ്പടങ്ങളും ത്രില്ലർ പടങ്ങളൊക്കെ ആണല്ലോ. എന്താണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇങ്ങനത്തെ സിനിമ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധി വേണം, നല്ല ഭാവന വേണം. ഈ വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ലളിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വളരെ എത്രമാത്രം സിമ്പിളാവുന്ന ആ സിമ്പിളാവുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അപ്പം ഇത്തരം ഒരു കഥ കണ്ടെത്തുകയും, കോലാഹലം ഒരു കഥ കണ്ടെത്തുകയും അത് വർക്കൗട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ടഫ് ജോബാണ്. അതിൻ്റെ റൈറ്ററും ഡയറക്ടറും ചെയ്തൊരു വലിയ പ്രയത്നമുണ്ട്. കാരണം ഇത് അത്രയും യുണീക്കായാൽ മാത്രമേ ഇതിനെ ആളുകൾ അംഗീകരിക്കുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമേ ആളുകൾ ഇതിനൊരു പാസ് മാർക്കെങ്കിലും കൊടുക്കുള്ളൂ. മറ്റ് ഇപ്പൊ ആക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾക്കുള്ള ഒരു ലൗഡ് നേച്ചറൊന്നുമില്ല. ഇതിലുള്ള ഓരോ ആക്ടറുടെയും പെർഫോമൻസ് കൗണ്ട് ചെയ്യപ്പെടും. ഓരോ നിമിഷവും കൗണ്ട് ചെയ്യപ്പെടും. ഓരോ നിമിഷവും വളരെ ക്ലിയർ ആയിട്ട് പ്രേക്ഷകന്റെ മുമ്പിൽ ഉണ്ടാവും. ഇപ്പൊ ഫാസ്റ്റ് ആയിട്ടൊരു ബഹളത്തില് കുറെ പോർഷൻസ് അങ്ങോട്ട് കടന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇതില് ഓരോ സീനും ഓരോ സീക്വൻസും അത്രയും പെർഫെക്റ്റ് ആയി നന്നായി വന്നില്ലെങ്കിൽ
പാളിപ്പോകാൻ ഏറ്റവും സാധ്യത ഇത്തരം സിനിമകളാണ്. അപ്പൊ ഇത്തരം സിനിമ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഒരു സിനിമ, ഇപ്പൊ പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽ കാവടി, ഇപ്പൊ കമൽ സാർ ചെയ്ത പെരുവണ്ണാവൃത്ത വിശേഷങ്ങൾ, അങ്ങനത്തെ സിനിമ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതില് ഹ്യൂമർ കറക്റ്റായിട്ട് ബ്ലെൻഡഡ് ആവണം, അതില് സെന്റിമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവണം, ഫാമിലി വെർച്യൂസ് ആൻഡ് വാല്യൂസ് വേണം. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം കോലാഹലം എന്ന് പറയുന്ന സിനിമ അത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു പെർഫെക്റ്റ് മിക്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല സാമൂഹികമായിട്ടുള്ള ഒരു ഒബ്സർവേഷനും കൂടെ വേണം. സോഷ്യൽ ഒബ്സർവേഷൻ ഉണ്ട്, പുതിയ ഇക്വേഷൻസിന് എതിരെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്, കമ്മ്യൂണൽ പുതിയ കമ്മ്യൂണൽ ഇഷ്യൂസിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതില്. അപ്പം ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റർക്കും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർക്കും ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അത്തരം ആൾക്കാർ കുറവാണ്. ദുഃഖകരമായ സത്യമാണ്. അപ്പൊ കോലാഹലം എന്ന് പറയുന്ന സിനിമ ബ്രില്യൻ്റ്ലി നിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ അത് ആളുകളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. കണ്ടാൽ ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷെ ഈ സിനിമ കാണണമെന്ന് തീരുമാനിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ എന്തിനും ഇങ്ങനെ ഒരു സിനിമ കാണണം, അതിൽ മറ്റാളില്ലല്ലോ മറിച്ചാളില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ട് മടിച്ചു നിൽക്കുന്ന ആളുകളെ അങ്ങനെയല്ല, നിങ്ങൾ ഒരു നല്ല സിനിമ വന്ന് കാണൂ എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആളുകളിലേക്ക് എത്തണം. ഇതൊരു നല്ല സിനിമയാണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിയാൽ അവര് ചിലപ്പോൾ കാണാൻ വരും. അല്ല, ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പം കോമഡി നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്ന ആക്ടേഴ്സ്, അത്തരം ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തുള്ള സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചേട്ടനൊക്കെ അതിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്തൊരു ആക്ടറാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ആ ഒരു സംവിധാനത്തിൻ്റെ തുടക്ക സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ്, മാള, ഇന്നസെൻ്റ്, കലാഭവൻ മണി ഇവരോട്ടൊക്കെ നല്ലൊരു സൗഹൃദം സാറിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കലാഭവൻ മണിയായിട്ട് അല്ലേ, ഇപ്പോഴും കലാഭവൻ മണിയോട് സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ നാടൻ പാട്ട് എപ്പോഴും എവിടെയും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കരുത്, കറക്റ്റ് സമയത്ത് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. ഇപ്പോൾ പട്ടാളം എന്നുള്ള സാറിൻ്റെ സിനിമയിലും അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിലുള്ള സിനിമയിലൊക്കെ കലാഭവൻ മണി സാറിന് നല്ലൊരു ഇമോഷണൽ റോളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ആ ഒരു ചില സീൻസൊക്കെ ചെയ്യാൻ കലാഭവൻ മണിക്ക് ചില വിമുഖതയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സാറത് ഇൻസിസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചായിരുന്നില്ലേ? അത് ഏത് സീനായിരുന്നു അത്? അയാള് ഞാനും തമ്മിൽ ആ കാല് പിടിക്കുന്ന പൃഥ്വിരാജിന്റെ കാല് പിടിച്ചിട്ട് എന്റെ കുട്ടീനെ ഇതാക്കണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ സീൻ, അത് ചെയ്യാൻ അത് ഭയങ്കര ഓവറാണെന്ന് ആയിരിക്കും എന്ന് മണി പറഞ്ഞു. എന്നുവെച്ചാൽ ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ ഭയങ്കര സട്ടിൽ ആക്ടിങ്ങിന്റെ ആൾക്കാരായതുകൊണ്ട് ഇത് ഭയങ്കര ഡ്രാമ ആയിരിക്കും, ഭയങ്കര ഓവറായിരിക്കും. അപ്പൊ മണിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു, ഞാൻ പഴയ ഒരാളാണല്ലോ, അപ്പൊ ഞാൻ പഴയ രീതിയിലാണോ ഇത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വരാൻ നാച്ചുറലാണ്. അപ്പം ആക്ടേഴ്സിന് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. അവരെ ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണോ ചെയ്യിക്കണതെന്ന് അവരെപ്പോഴും സ്വയം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരാണ് കുഴപ്പത്തിലാവുക. അപ്പോൾ മണി അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മണി ഇത് ഇങ്ങനെ തന്നെ വേണം, ഇത് എൻഡ് ഓഫ് ദ ഡേ എൻ്റെ സിനിമയാണ്, ഞാനാണ് ഈ സിനിമയുടെ സംവിധായകൻ, ഈ സിനിമ എൻ്റെ സിനിമയാണ്. അപ്പം അതിനിപ്പോൾ പുതിയ ജനറേഷൻ ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഇത് എനിക്ക് ഇഷ്ടമാണ്. ഈ സീനിൽ മണി ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് യു കൺവിൻസ് മീ, എന്നെ തൃപ്തിപ്പെടുത്തു, അത് കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ കാര്യം പിന്നെ തിയേറ്ററിൽ വരുമ്പോഴല്ല, അപ്പൊ നോക്കാം. പക്ഷെ അത് ഗംഭീര പെർഫോമൻസ് ആയി, ഏറ്റവും അധികം അപ്രീഷിയേറ്റ്. ജീവിതത്തില് ഇമോഷൻസിന് ന്യൂജനും ഓൾഡ് ജനും ഒന്നുമില്ല, ഇമോഷൻസ് ആർ ഇമോഷൻസ്. അത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ, അല്ല ഞാൻ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് ഞാൻ കടിച്ച് പിടിക്കാനൊന്നുമില്ല. നല്ല ദേഷ്യം വന്നാൽ എനിക്കൊരു പൊട്ടിക്കൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും, ദേഷ്യം വരുന്ന ആളാണെങ്കിൽ. അപ്പം കരയേണ്ട ആ സമയത്ത് കരച്ചിൽ വരുന്ന കരയും. അപ്പൊ ഈ കോലാഹലത്തിലൊക്കെ അത് കൃത്യമായിട്ട് ആ ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പട്ടാളം സിനിമയിലും അങ്ങനെ ഒരു കരയാനായിട്ട് കലാഭവൻ മണിക്ക് ഒരു ചെറിയ മടി ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് എല്ലാ ആക്ടേഴ്സും, മണിക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള പല പ്രധാന നടന്മാരും മടിച്ച് ചില സന്ദർഭങ്ങളിൽ അവർ കൺഫ്യൂസ്ഡ് ആവും.
അവര് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൗഡായിട്ട് കരയുന്നത് എന്തിനാ? ആർത്ത് നിലവിളിക്കേണ്ട സമയത്ത് ആർത്ത് നിലവിളിക്കേണ്ടതാണ്. അങ്ങനെയല്ല മനുഷ്യർ ചെയ്യുക. അപ്പൊ അത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ മമ്മൂക്ക അത്തരം ചില ഡൗട്ടുകൾ ചില സീനിൽ അത് ചെയ്താൽ ഞാനത് ചെയ്യില്ല, ചെയ്താൽ ഭയങ്കര ഓവറാവും, ഞാൻ ഓവറായിട്ട് അഭിനയിച്ചു എന്ന് പറയും എന്നൊക്കെ. അതെപ്പോഴും ഒരു ആക്ടറുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറയില്ല. പട്ടാളത്തിൽ ഒരു ഡാൻസ് മൂവ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഡാൻസ് ചെയ്ത ആൾക്കാർ, ഞാൻ പറഞ്ഞു ഇത് ഡാൻസ് അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു മേജറാണ് സിനിമയിൽ, അപ്പോൾ അയാൾക്ക് ഡാൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇവരുടെ ആഘോഷത്തിൻ്റെ ഒപ്പം കൂടുമ്പോൾ അയാൾ ഒന്ന് ഒരു മൂവ്മെന്റ് ചെയ്തു പോയി എന്ന് വിചാരിക്കുള്ളൂ. അങ്ങനെ ചെയ്യാം. അങ്ങനെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് നമ്മൾ പല ആൾക്കാരെ കൊണ്ടും പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ബംബർ താഹിർ ഉണ്ടല്ലോ, ആ ഒരു കഥാപാത്രം എപ്പോഴും നമ്മളുടെയൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ദിലീഷ് പോത്തനാണ് അതിൻ്റെ സംവിധായകൻ. അപ്പം ദിലീഷ് പോത്തൻ്റെ സ്കൂളിൽ നിന്നാണ് ചേട്ടൻ വന്നിരിക്കുന്നത്. അപ്പം ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു നടൻ എന്നുള്ള നിലയിൽ ഒരു ടേക്ക് അവേ ഉണ്ടായിരിക്കുമല്ലോ. ഈ സിനിമ കഴിഞ്ഞപ്പം ചേട്ടൻ്റെ ഒരു നടൻ എന്നുള്ള നിലയിൽ ചേട്ടൻ്റെ ഒരു ടേക്ക് അവേ എന്താണ്? ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ആ ടീമിൻ്റെ ഒരു പറയുമ്പോൾ 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു രംഗത്തിൽ കൃത്യമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് മെമ്പർ താഹിർ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്. അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ ഫോൺ കോളിൽ തന്നെ താഹിറ, മെമ്പർ താഹിറ അത് പറയണം പറഞ്ഞു. അത് കാരണം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ. അതുകൊണ്ടാണ് മെമ്പർ താഹിർ അല്ലേ എന്ന് ഏത് പാതിരാത്രിക്കും ഏത് KSRTC സ്റ്റാൻഡിൽ നിന്നും ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അത് കഴിഞ്ഞ 9 വർഷത്തോളമായി. ഇപ്പോൾ 9 വർഷമായി. അപ്പോൾ ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ അവർ ഇതാണ് മൈൽ സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത്. മെമ്പർ താഹിർ അവിടെ നിൽക്കുന്നുണ്ട് പുറകിൽ. പിന്നെ ഓരോ സിനിമയിൽ ആ സിനിമയിൽ കണ്ടു, ഈ സിനിമയിൽ, അതൊക്കെ മിന്നായങ്ങളാണ് സത്യത്തിൽ. പക്ഷെ അവരൊക്കെയും നമുക്കുള്ള ഇൻപുട്സ് തന്നെയാണ്. ഓരോ ചെറിയ വേഷങ്ങളും നമുക്കതിൽ ഒരു പടവുകല്ല് തന്നെയാണ്. അങ്ങനെ എടുത്തിട്ടാണ് ശശിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ശശിക്ക് എത്തുന്നത് ശശി പക്ഷേ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. ഒരു അവതാരം ഇവിടെ തന്നെ ഒരാളായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഈ കഥാപാത്രങ്ങളെ, ഈ മാനർസങ്ങൾ മുഴുവൻ ഇവിടുത്തെ. അപ്പോൾ എനിക്കതൊന്നും ഓടി വിളിക്കാൻ പറ്റില്ല. ഞാനും ശശിയൊക്കെ ഏകദേശം ഒന്നായിട്ട് വരും. ഇതിൽ സദാചാരത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളിലൊക്കെയും എനിക്ക് തന്നെ ഒരു കണ്ണാടിയാണ്. ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്നുള്ളൊരു അധമബോധം നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാ കുറ്റങ്ങളും ഞാൻ തന്നെ ചെയ്യണതാണല്ലോ എന്ന് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എങ്ങനെ കണ്ടെത്തിയെന്നും കൂടി നമുക്ക് തോന്നുന്നുണ്ട്. ജാതി പറയുമ്പോഴും അവരുടെ ഈഗോ പ്രശ്നങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള കുനിഷ്ഠ കാര്യങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലത്തെ. ആ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഇവന്മാരെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ എന്നുള്ള വ്യക്തിയല്ല, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി പറയാൻ ഒരു കഥാകൃത്തും അത് വിളിച്ചത്ത് കൊണ്ടുവരാൻ സംവിധായകന് ശ്രമിക്കുമ്പോൾ പിന്നെ നടന് ഓടി വിളിക്കാൻ പറ്റില്ല. അതിപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ നിന്ന് കൊടുക്കുക. പൊട്ടിക്കരയണെന്ന് വെച്ചാൽ പൊട്ടിക്കരയുക, പൊട്ടിച്ചിരിക്കണമെന്ന് വെച്ചാൽ പൊട്ടിച്ചിരിക്കുക, നിലത്ത് ചാടണമെന്നുണ്ടെങ്കിൽ ചാടുക. കഴിഞ്ഞാൽ ഞാൻ തന്നെയാവും. അത് ഞാൻ എന്നുള്ള ഈഗോ ആണ്. അത് ഞാൻ എന്നുള്ളതല്ല അപ്പോഴും. കാരണം നമ്മൾ വേറെയാണ്. നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു ശരീരം കൊടുക്കുന്ന പോലെ രക്തം കൊടുക്കുന്നു, കണ്ണ് ദാനം ചെയ്യുന്നു, വൃക്കദാനം ചെയ്യുന്നു, ഹൃദയം ദാനം ചെയ്യുന്നു, പോലെ ശരീരം മുഴുവൻ കൊടുക്കുകയാണ് സംവിധായകന്. ഇനി അത് അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹം എന്ത് പറയണോ അത് നമുക്ക് ചെയ്യാം. കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ തന്നെ സംശയിക്കും, അതെന്താ അങ്ങനെ ചെയ്യിപ്പിച്ച്, ഇതെന്താ ഇങ്ങനെ ചെയ്യിപ്പിച്ച് എന്നൊക്കെ ചോദിക്കാം. അതിനൊക്കെ റിസൾട്ട് കാണുമെന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് ഞങ്ങൾ പ്രിവ്യൂവിൽ കണ്ടു. ഓരോ രംഗങ്ങളിലും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്, അതെന്താ ചെയ്തതിൻ്റെ റിസൾട്ടുകൾ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ അറിയാത്ത ശക്തിയ കൈകൾക്ക് ഉള്ള ചലനങ്ങൾ കിട്ടിയത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കാണാൻ പറ്റും നമ്മളെ. അതെ അതെ, ചേട്ടൻ അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും മനസ്സിൽ ഈ ജാതിബോധം ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. കറക്റ്റ് സമയമാകുമ്പോൾ അതിങ്ങനെ പുറത്തോട്ട് ചാടുമല്ലേ. അത് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നമുക്ക് കലയിലൂടെയാണ് അതിനെ കഴുകിക്കളയുക. നല്ല കഴുകിക്കളയുന്ന പോലെ തന്നെയാണ്. മക്കളുടെയൊക്കെ കാര്യം വരുമ്പോഴാണ് ഈ ശരിക്കുള്ള ഉള്ളിലുള്ളത് പുറത്തോട്ട്. എല്ലാവരുടെ ഉള്ളിൽ ഇത് നിങ്ങൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളറിയാതെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കില്ല, നമ്മളങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം വരുമ്പോൾ, മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പോൾ അവിടെയൊക്കെ കറക്റ്റ് സാധനം പുറത്ത് വരും. സാർ ഇപ്പോൾ ഒരു പുതിയ റോളിലാണ് സാറ് ലൈഫിലൊരു അപ്പൂപ്പൻ്റെ റോളിലാണ് ഇപ്പോൾ. അപ്പോൾ പക്ഷേ സാറിനെ കണ്ടവർ അപ്പൂപ്പനായെന്നൊന്നും പറയില്ല. പക്ഷെ നമ്മളിപ്പം ലൈഫിൽ ഓരോ റോള് പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് പേഴ്സണലി ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ. ഒരു അപ്പൂപ്പനായപ്പോൾ സാറിന് തന്നെ തോന്നുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അപ്പൂപ്പനാവുക എന്ന് പറയുന്നത്, ഒരു പേരക്കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും
സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളുണ്ടാവുമ്പോഴൊന്നും ഞാൻ പ്രത്യേകിച്ചും ഞാൻ വീട്ടിലൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമ ഷൂട്ടിങ്ങുകളും കാര്യങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അധികം അവരെ ലാളിക്കാനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ പേരക്കുട്ടി ഉണ്ടായപ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള സമയം നമ്മൾ കണ്ടെത്തി പോവും. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. എല്ലാരും പറയും മക്കളെക്കാട്ടിയും ഇഷ്ടം പേരക്കുട്ടികളോടാണ്. അതാണ് നമുക്ക് പിന്നെ വേറൊരു മനസ്സിലും സബ് കോൺഷ്യസ് മൈൻഡിലും ഒരു ബോധമുണ്ട്. അവരുടെ മക്കളുടെ വളർച്ച കണ്ടതുപോലെ അവരുടെ വളർച്ച കാണാൻ നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന സമയം വളരെ പ്രഷ്യസ് ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനെ മാക്സിമം കോരിയെടുക്കാൻ തോന്നും. ഏതായാലും ഈ ഒരു സിനിമ കോലാഹലം അത് വലിയൊരു സക്സസ് ആവട്ടെ. ഇതേപോലെ ഫാമിലിയൊക്കെ കയറി കണ്ട് അവർക്ക് ഭയങ്കരധികം പുതിയ ചിന്തകൾ ഉണ്ടാക്കുന്ന, മനസ്സിലൊക്കെ സന്തോഷം നിറയ്ക്കുന്ന ഒരുപാട് നന്മയുള്ള സന്ദേശം ഈ സിനിമയിൽ നിന്ന് നമുക്കൊക്കെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. മാത്രമല്ല നമ്മളെല്ലാം സാറിൻ്റെ ഒരു പുതിയ സംവിധാനത്തിന് വേണ്ടി നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയാണ്. ഞാനും പ്രതീക്ഷിക്കുകയാണ്. സാറിൻ്റെ ആ ഒരു കഥ പറച്ചിൽ അത് അവസാനിപ്പിക്കരുത്. ഓക്കെ, താങ്ക് യു.